നമ്മൾ ഈ പബ്ലിക് ഫേസ് ആയി കഴിഞ്ഞാൽ റീൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് 4 പേര് കാണും. സ്വാഭാവികമായിട്ടും അവരുടെ പോസിറ്റീവ് ഒപ്പീനിയൻസും നെഗറ്റീവ് ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടാവും. നമ്മളത് ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര മനക്കെട്ടി ആയിരിക്കും, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകും. ചിലവരെ അത് തളർത്തും, ചിലവർ അത് ഓവർകം ചെയ്തു തരും, ചിലവർ അത് അവോയ്ഡ് ചെയ്തു തരും. ഞാൻ എങ്ങനെയുള്ള ആളെന്ന് വെച്ചാൽ ഞാൻ അത് കേൾക്കും, റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ റിയാക്ട് ചെയ്യും. അല്ലാത്ത കാര്യങ്ങൾ ഇതിപ്പോ എല്ലാവരുടെ ലൈഫിലും ഉള്ളത് തന്നെയാണ്. എല്ലാ ക്രിയേറ്റേഴ്സും നെഗറ്റീവ് കമന്റ് കിട്ടാത്ത ക്രിയേറ്റേഴ്സ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് അത് കൂടുതലായിരിക്കും, ചിലർക്ക് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർക്ക് അവരൊന്നും പോലും അറിയാതെ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് വരുന്നവരായിരിക്കാം, അത് ഓവർകം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതൊക്കെ അവർ കണ്ടന്റ് ആക്കി മാറ്റുന്നവരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ പലപ്പോഴും ചില 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെ ടീം ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞു വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളിയായി, പ്രശ്നങ്ങളായി, ഗുണ്ടവിളയായിട്ടായി, പത്രസമ്മേളനമായി, അങ്ങനത്തെ ലീഗിലേക്കൊക്കെ പല കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ടല്ലോ. ഇത് കണ്ടിട്ട് ഇത് എങ്ങോട്ടാ ഇത് പോകുന്ന ചാനൽ ചർച്ചയാവുന്നു വൈകുന്നേരം. ഇത് നെഗറ്റിവിറ്റിയുടെ ഒരു എക്സ്ട്രീം പോകുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാറുണ്ടോ ഈ കാര്യം? നമ്മൾ തുടങ്ങിയ സ്ഥലത്തല്ല ഇതിപ്പോ നിൽക്കുന്നത്. അത് ചിലർ ആണെങ്കിൽ ഈ പറഞ്ഞോട്ട് ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല. അവർ ഈ പറഞ്ഞ നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും ഗ്യാങ്ങിനെ വിളിച്ചു കൂട്ടി അങ്ങനെയുള്ള ഏരിയാസ് വരുമ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞോട്ട് ഈ പോര് വിളിക്കാനും തോന്നുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ടീമായിട്ട് കഴിഞ്ഞാണ്, അപ്പൊ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു ടീം കാണത്തില്ല അല്ലേ, എല്ലാ ടീംസിനിടയ്ക്ക് പ്രശ്നങ്ങളാണ്. പക്ഷെ അത് അവിടെ സംസാരിച്ച് തീർക്കാന്നുള്ളേ ഉള്ളൂ. കാരണം നമ്മൾ അഡ്ലാസ് ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ആണ്. ആ ഒരു ബോധ്യം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞോട്ട് കാര്യത്തിൽ പോത്തില്ല എന്നാണ് എന്റെ. അല്ല, കാര്യം കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം. കാര്യം കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നതല്ല. അല്ലാതെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ എല്ലാരും വളരുക എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവിടെ ഒരുത്തൻ വളരണം, അല്ലെങ്കിൽ ഒരുത്തന്റെ എല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് അവന്റെ നെഗറ്റീവ് എല്ലാം എടുത്തിട്ട് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ റീച്ച് ആവണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പം എല്ലാരും ഒന്ന് ആലോചിച്ചു നോക്കുക, എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ഒരു 24 മണിക്കൂർ ക്യാമറ വെച്ച് വിട്ടാ എല്ലാവരും പെർഫെക്റ്റ് ആണ്. ഞങ്ങളുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കിവിടെ ഷൂട്ടിന്റെ ഇന്റർവ്യൂയും കാര്യത്തിനൊക്കെ പറഞ്ഞു, എന്റെ നാട്ടിൽ വീഡിയോ എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റണ്ണിങ് ഇൻഡസ്ട്രി ആണ്. 8 പേര് കഴിയുന്നത് ഇതുകൊണ്ടാണ്. അവര് വർക്ക് ഈ പറഞ്ഞ അവർക്ക് ചിലപ്പം എന്തെങ്കിലും വർക്ക് കാണും, പ്ലസ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടാണ് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് നശിപ്പിക്കണമെങ്കിൽ എളുപ്പമാണ്. പെട്ടെന്ന് കൂട്ടം നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ നശിപ്പിക്കണമെന്ന് തോന്നിയാൽ എളുപ്പമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് നമ്മളെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് നടത്തുന്നുള്ള ഒരു തോട്ട് വരുമ്പോ പിന്നെ ആരും അങ്ങനെ ചെയ്യത്തില്ല. അതെ, ഇപ്പൊ നമുക്ക് എല്ലാവരും പേഴ്സണൽ ലൈഫിൽ നമ്മളിപ്പോ പയ്യന്മാരുടെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഒരാൾ ഒപ്പിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ബാഡ് പോകും. ഇതിനകത്ത് ഏറ്റവും സംഭവിച്ച ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർക്ക് സക്സസ് കാണുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഒരു പതനം കാണാൻ വേണ്ടി. കാരണം ഞാൻ എക്സാമ്പിൾ പറയാം, അഖിലിന്റെ എക്സാമ്പിൾ പറയാം. അതായത് അഖിൽ എത്രയോ വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയോ മെറ്റ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററൊക്കെയാണ്. പക്ഷെ അതിന് അഖിലിടുന്ന ഒരു പേഴ്സണൽ പോസ്റ്റിനേക്കാളും കൂടുതൽ റീച്ച് ഉണ്ടായിരിക്കും ഒരു 5000-10,000 പേരുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അഖിൽ ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആണ് പെർഫോമൻസ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് ഓർപ്പിച്ചോളന്നിട്ട് കഴിഞ്ഞാൽ അഖില് പേഴ്സണൽ പ്രൊഫൈൽ ഇടുന്ന ഇതിനേക്കാളും റീച്ച് ഉണ്ടാവും അഖിലിന് കുറ്റം പറയാനുള്ള ഒരു ഫോട്ടോ ഹേറ്റേഴ്സ് ഇല്ലാത്ത പയ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രമിക്കാത്ത ആൾക്കാര്. ഇപ്പൊ നമ്മുടെ പോസ്റ്റർ വെച്ചിട്ട് നസ്ലിനും ഈ പറഞ്ഞിട്ട് ഹാഷിന്നൊക്കെ ശേഷം പിള്ളേർ വരുന്നു, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ. അത് കാണുന്ന പോലെ തന്നെ വെറുതെ ചൊറിയാൻ തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പ്രോയ്ക്കാലും പിന്നെ അവന്മാര് ട്രോള് ഇനി ഇൻഡസ്ട്രി ഇവര് ഞങ്ങള് 3 പേരും. അത് വരുമ്പോ കാണുന്നവർക്ക് എന്തോ പ്രശ്നമാണ്, അത് ആണോ എന്നറിയണമല്ലോ. അങ്ങനെയൊക്കെ നെഗറ്റീവ് ഇഷ്ടം പോലെ ഇടാൻ വേണ്ടി. എന്താ അങ്ങനെ ഏറ്റവും ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേ ഇൻസ്റ്റാഗ്രാമില്? ഇല്ല, ഇത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. നെഗറ്റീവ് കമന്റ്സുകൾ നമ്മൾ ഇപ്പൊ കുറവാണ്. പക്ഷെ അതല്ല, എനിക്ക് എന്നെക്കാളും വിഷമം തോന്നാറുണ്ട് വേറെ ചിലരുടെ കമന്റ് ബോക്സ്. എനിക്ക് ഇങ്ങനെ പേഴ്സണലി ജഡ്ജ് ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ്സിന് വെച്ചിട്ട് അവർക്ക് പറയാം ആക്ടിങ് ഭയങ്കര ഓവറാണ്, അതൊന്ന് കുറക്ക്, അല്ലെങ്കിൽ ആ ഡ്രസ്സ് നീ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ വരും. പക്ഷെ ഇത് ജഡ്ജ് ചെയ്യും നമ്മളെ. അതായത് ഒരു റീലാണ് കണ്ടിട്ട് അവൻ എങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്ത് അങ്ങനത്തെ കമന്റ് ഇടുന്നു. എനിക്ക് തോന്നുന്നു പഴമക്കാര് ഇടുന്നത് പിന്നെയോ, അതായത് അവരുടെ സാഹചര്യത്തിൽ വളർന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കൂല, ആ കാലത്ത് ചിലപ്പോ അങ്ങനെ ആവൂല. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും അവര് ടാർഗറ്റ് ചെയ്യാൻ ഈ മതം ഏരിയ ഇഷ്ടം പോലെ. ഇന്നത്തെ ഈ മതം എന്നൊക്കെ പറയുന്ന ഒരാൾക്കാരുടെ പേഴ്സണൽ ഫീലിംഗ്സ് നോക്കി
ഈ പറഞ്ഞ സിനിമ കാണാൻ പോകുന്ന ആൾക്കാര്, ആ. മതം നോക്കി റീല് കാണുന്ന ആൾക്കാരുണ്ട്, മതം നോക്കി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഉണ്ട്. ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ മതം ഫോളോ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി കമന്റ് ചെയ്താണ്, ഞാൻ മുസ്ലിമാന്ന് വിചാരിച്ചിട്ടാണ് ഷാമോനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യുന്നു ബൈ എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ഉണ്ട്, ഈ പറഞ്ഞ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വരികയാണ്. ഇത് ആരാണ് ആക്ടർ എന്നാണ് എന്നോട് പറയേണ്ടത്. മഹാരാജ ഹോസ്റ്റലിൽ നിങ്ങൾ 4 പേര് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഏറ്റവും അരി വെറുക്കുന്ന ആക്ടറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആരാ? എനിക്ക് പ്രശ്നം ഞാൻ കാരണം കുറെ ടേക്കുകളൊക്കെ പോയിട്ടുണ്ട് ചില സീനുകളൊക്കെ. അതെന്താന്ന് വെച്ചാ ഭയങ്കര മെമ്മറി പവറാണ്. ചെറിയ ചെറിയ വാക്കുകൾ മാത്രമേ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഇവരുടെ ഡയലോഗ് ഓർമ്മ ഉണ്ടാവും, പക്ഷെ എന്റെ ഡയലോഗ് എത്തുന്ന സമയത്ത് ഞാൻ മറന്നു. ഇവൻ സീരിയസ് ആയിട്ട് ചൂടാവുന്ന ഒരു സീനുണ്ട് അഖിലിനോട്. ഡയലോഗ് ഞാൻ പറയുന്നത് ഇവരെന്തൊക്കെയോ പറയുന്നത്, ഞങ്ങള് ചിരിക്കായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അരിവർക്കെ ഞാൻ ഈ തുടക്ക സമയത്ത് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പടച്ചോനെ ഞാൻ പണി പാളി, എന്നെ ഇവരെടുത്ത് ഇവർക്ക് അബദ്ധമായി തോന്നിയിട്ടുണ്ടാവോ പോയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ഈ റീൽ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന്, എന്റെ ഇഷ്ടത്തിന് മാത്രം, ഞാൻ ഇങ്ങനെ ടീമായിട്ട് പോകല്ല റീൽ ചെയ്യുന്നത്, എന്റെ ഇഷ്ടത്തിന് മാത്രം റീൽ ചെയ്ത് ഒരു സിനിമയിൽ അവസരം വന്ന് വർക്ക്ഷോപ്പിന് വന്നപ്പോൾ ഇവരൊക്കെ ഒരു ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ബബ്ബ അടിച്ചിരിക്കുക. അപ്പൊ ഞാനൊന്ന് പാളി. ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ വന്ന കുഴപ്പമില്ല, ഇവരെക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് അഭിനയിക്കാനൊക്കെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ വന്നായിരുന്നു. പിന്നെ ഇവിടെ എത്തി ഇവരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ എന്റെ ആ കോൺഫിഡൻസ് ഫുള്ള് പോയി. ഇല്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ശീലായി. ഇവർക്ക് ശീലമായി. അല്ല, അവനും നമുക്കല്ല, അവർക്ക് ശീലമായി. ആരാ കൂട്ടത്തിൽ ഏറ്റവും സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്? ഈ ഒറ്റ ടേക്കിൽ അത് പിന്നെ പെട്ടെന്ന് ഭയങ്കര പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇരട്ടി ചിലപ്പോ കയ്യിൽ നിന്ന് ഇടുന്നത് സന്ദീപ്. നല്ല അർത്ഥത്തിലാണ്. കയ്യിൽ നിന്ന് കുറെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ സത്യം അല്ല സീരിയസ് ഇല്ല, നല്ല കുറെ ഡയലോഗ്സ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടർ ആരാ? കൃത്യസമയത്ത് സെറ്റിൽ വരിക, കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും. ഇൻസിഡന്റ് വെച്ച് അല്ല നമ്മളെല്ലാരും ഒരു വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെയല്ലടാ, നമ്മള് കോളേജ് ഷൂട്ടിന് സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ. ഇപ്പൊ ഇവൻ വേറെ ആയിരുന്നു. അപ്പൊ ഇവന് സുബൈക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. സെക്യൂരിറ്റി എത്തുന്നതിന് മുന്നേ കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ എത്തും. എന്നിട്ട് അഷ്കർക്ക എവിടെ എത്തി, അവിടെ നമുക്കറിയാം അവിടെ പോയി 7 മണി ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 5:55 ആകുമ്പോ അവിടെ എത്തിയിരിക്കണം. എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങനെ കുളിച്ച് കുറിയൊക്കെ തൊട്ടേ വരും. കുളിച്ചില്ലെങ്കിലും കുറിയോടും അവിടെ പോയി അലമ്പോ. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. ഏറ്റവും അധികം ഈ മെത്തേഡ് ആക്ടിങ്, അതായത് കഥാപാത്രമായിട്ട് ജീവിക്കുക, ഏറ്റവും അധികം സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആക്ടർ, അതായത് ഈ കഥാപാത്രത്തിന്റെ ചെരുപ്പിന്റെ സൈസ് എത്രയായിരിക്കും, ഈ കഥാപാത്രം ഇങ്ങനത്തെ ഡയലോഗ് പറയില്ല, അങ്ങനെ ഏറ്റവും മെത്തേഡ് ആക്ടർ മാമനായിരിക്കും. മെത്തേഡ് ഒരു ആഡ് ചെയ്തിട്ടില്ല നീ? മെത്തേഡ് സീൻ ഉദ്ദേശിച്ചത് കട്ടിയല്ലേ ഇത്ര നേരം ചോദിച്ച് എന്റെ കഥയെ കേട്ട് വന്നപ്പോ ഒരു ഇത്തിരി ആൾക്കാർക്ക് ഒരു ഇതുണ്ടായിരുന്നു. മെത്തേഡ് ആക്ടിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഒരു ബന്ധമില്ല. ഏറ്റവും അധികം വേൾഡ് ക്ലാസ് സിനിമ കാണുന്ന ആക്ടർ ഇതിലാരാ? ഇപ്പൊ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ പടം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഞാൻ പഴയ പടങ്ങളെ കാണുന്നുള്ളൂ. അതായത് ഭയങ്കര എല്ലാരും ഇഷ്ടപ്പെടുന്ന പടങ്ങള്, നമ്മുടെ മലയാളത്തെ സാധനങ്ങള്, ഇപ്പൊ പപ്പേട്ടന്റെ പടങ്ങള്, ഭരതൻ സാറിന്റെ പടം, അങ്ങനത്തെ സാധനങ്ങളെ കാണാറുള്ളൂ. അല്ലാണ്ട് ഗോഡ് ഫാദർ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. നോളന്റെ പടങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങളിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് കമ്പാരിസൺ വരാനായിട്ട് പോകുന്നത് ഹാഷറായിട്ട്. അടുത്ത ഹാഷർ നിങ്ങളിൽ ആരാവും? ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ പേഴ്സണലി ആളുകളൊന്നും ഉപദേശിച്ചിട്ടുണ്ടോ ഹാഷറിനെ പോലെ തുടങ്ങണം, അല്ലെങ്കിൽ ഹാഷർ എത്തി അപ്പൊ അറിയാലോ ഹാഷറിന്റെ ഒരു റേഞ്ച് അറിയാലോ, നിങ്ങളിൽ നിന്നൊക്കെ അതാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആളുകൾ ഉപദേശിക്കുക അങ്ങനത്തെ ഒരു പ്രഷർ എടുക്കുകയോ ചെയ്യുന്ന സിനിമ കാണാൻ പോകുമ്പോഴേ ഇൻഫ്ലുവൻസ് അഭിനയ സിനിമ കാണാൻ പോകുമ്പോ ചിലപ്പോ ചോദിക്കും കണ്ടോ അവരൊക്കെ അങ്ങനെ പറയാറുണ്ട്. അത് പിന്നെ എനിക്ക് സിനിമ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതായിരുന്നു, കാരണം നമ്മളൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് പോയി എന്തിനാ കളിയാക്കട്ടെ എന്തെങ്കിലും നമ്മളൊരു ദിവസം കയറും. പക്ഷെ ഒരിക്കലും ഹാഷറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞോട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ പണ്ട് ഈ പറഞ്ഞ ടിക്ടോക്ക്, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഇതുപോലെ റീലിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ, വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പക്ഷെ നമുക്ക് ആ ടൈമിൽ കുറച്ച് ട്രെൻഡിങ് പോപ്പുലാരിറ്റി കാണുമായിരുന്നു.
ആ ടൈമിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ ടൈം നമ്മുടെ പതിയെ ലൂസ് ചെയ്യും. ആൾക്കാർ കുറെ കണ്ടു മടുത്ത് കുറെ ഹേറ്റേഴ്സ് വരും. അങ്ങനെ നമ്മളങ്ങനെ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഈ പറഞ്ഞ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടുത്തൊരു ഹാഷറാവണം. ഇപ്പൊ ടാർസനൊക്കെ പടത്തിൽ കയറി നന്നായി അഭിനയിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഉപദേശങ്ങൾ വരുന്നുണ്ടോ? അത് ഇങ്ങനെ പടം വേണം എടുക്കാൻ, ജോമനൊക്കെ ഉപദേശിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല പടങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. കാണുമ്പോഴൊക്കെ പറയണത് നല്ല പടം, നല്ല സ്റ്റോറി ഒക്കെ നോക്കിയെടുക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമ കാണാൻ പോകുമ്പോഴായാലും നിങ്ങളുടെ റീൽ കാണാൻ പോവുകയാണെങ്കിൽ അതൊക്കെ ജെൻസി ജെന്നാൽഫ കുട്ടികളാണ്. അവരെ പറ്റി നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കി? അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളാണ് തീരെ ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോസ് കാണുന്നത് യൂട്യൂബിൽ ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള ഏറ്റവും കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ കുറച്ച് മിഡിൽ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ തെറി വിളിക്കാൻ വേണ്ടി ഒരു അമ്മമാരുണ്ട്. അല്ല, എല്ലാം ഉണ്ട്.